ഹലോ പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു ടീച്ച് ഇംഗ്ലീഷ്. ഈ വീഡിയോയിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന സ്റ്റോറിയുടെ മലയാളത്തിലുള്ള സമ്മറിയാണ്. ഇംഗ്ലീഷ് സമ്മറി ആവശ്യമുള്ളവർക്കായി വീഡിയോയിൽ ടെക്സ്റ്റ് നൽകിയിട്ടുണ്ട്. ഈ സമ്മറി കേട്ടാൽ പാഠം കംപ്ലീറ്റ് മനസ്സിലാവും. എന്നാൽ സമ്മറി പറയാം. അതിനു മുമ്പേ നിങ്ങൾ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഉപകാരപ്പെടും. പാഠങ്ങളുടെ സമ്മറിയും ചോദ്യോത്തരങ്ങളും മറ്റ് ആക്ടിവിറ്റീസും പരീക്ഷകളിൽ ചോദിച്ചതും ചോദിക്കാനിടയുള്ളതുമായ ചോദ്യോത്തരങ്ങളുമെല്ലാം ഇവിടെ ലഭ്യമാണ്. എന്നാൽ ഇനി ആൽമരത്തിലെ സാഹസികതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. റസ്കിൻ ബോണ്ടിൻ്റെ ഒരടിപൊളി കഥയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. രസകരമായ ഈ കഥ നടക്കുന്നത് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ദെഹ്റ എന്ന പട്ടണത്തിലാണ്. തൻ്റെ കുടുംബസ്വത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ ആൽമരത്തിൽ വിനോദവും സാഹസികതയും കണ്ടെത്തുന്ന ഒരാൺകുട്ടിയാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം. മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് അവൻ കഴിയുന്നത്. അവരുടെ വീടും തോട്ടവും ആൽമരവും എല്ലാം അവൻ്റെ മുത്തച്ഛൻ്റെതാണ്. പ്രായമേറിയ മുത്തച്ഛന് മരം കയറാനൊന്നും വയ്യ. അതിനാൽ ദെഹ്റയിലെ മറ്റെന്തിനേക്കാളും പഴക്കമുള്ള ഈ വൻമരം അവൻ്റെ താവളമായി മാറുന്നു. അവന് തൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാനും മരത്തിന് താഴെയുള്ള വീടും തോട്ടവും നിരീക്ഷിക്കാനും കഴിയുന്ന വിശിഷ്ടമായ ഒരു സ്ഥലമാണിത്. മരത്തിൽ കുട്ടിയുടെ ആദ്യ സുഹൃത്ത് ചാരനിറത്തിലുള്ള ഒരു ചെറിയ അണ്ണാനാണ്. തുടക്കത്തിൽ അവനിൽ നിന്നും ജാഗ്രതയോടെ അകന്നു നിന്ന അണ്ണാൻ ഒടുവിൽ അവനോട് കൂട്ടുകൂടുന്നു. പ്രത്യേകിച്ച് അവൻ അണ്ണാന് കേക്കും ബിസ്ക്കറ്റും നൽകിയ ശേഷം. കുട്ടിയുടെ പക്കൽ കവണയോ എയർഗണ്ണോ ഇല്ലാത്തതും കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ക്രമേണ അണ്ണാൻ ആൺകുട്ടിയെ വിശ്വാസത്തിലെടുക്കുകയും ട്രീറ്റുകൾക്കായി അവൻ്റെ പോക്കറ്റുകളിൽ പോലും കയറി പരതുന്ന നിലയിൽ അവരടുക്കുകയും ചെയ്തു. ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് ആൽമരം പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി മാറുന്നു. വസന്തകാലത്ത് മരത്തിൽ ചെറിയ ചുവന്ന അത്തിപ്പഴങ്ങളുണ്ടാകുമ്പോൾ അത് ബുൾബുൾസ്, റോസിപാസ്റ്റർ, തത്തകൾ, കാക്കകൾ എന്നിവയുൾപ്പെടെ പലതരം പക്ഷികളെ ആകർഷിക്കുന്നു. അവയുടെ കലപില ശബ്ദം ആൽമരത്തെ റോഡിലെ ഏറ്റവും ബഹളമുള്ള സ്ഥലമായി മാറ്റുന്നു. കുട്ടി മരത്തിൻ്റെ പകുതിയിൽ ഒരു ചെറിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നു. ഉച്ച കഴിഞ്ഞ സമയങ്ങളിൽ അവൻ അവിടെ ഇരുന്ന് ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, എഡ്ഗർ റൈസ് ബറോസ്, ലൂയിസ മെയ് ആൽക്കോട്ട് എന്നിവരുടെ കഥകളിലും മുഴുകി. വായിക്കാത്തപ്പോൾ ഇലകൾക്കിടയിലൂടെ താഴെയുള്ള കാഴ്ചകൾ അവൻ നോക്കിക്കണ്ടു. അവൻ്റെ മുത്തശ്ശി അലക്കിയ തുണികൾ കയറിൽ ഉണങ്ങാനിടുന്നതും പാചകക്കാരൻ പഴക്കച്ചവടക്കാരനുമായി വിലപേശുന്നതും മുത്തച്ഛൻ തൻ്റെ ഇംഗ്ലീഷ് തോട്ടത്തിൽ ഇന്ത്യൻ ജമന്തിപ്പൂക്കളുടെ ആക്രമണത്തെക്കുറിച്ച് പരാതി പറയുന്നതുമെല്ലാം. ഏപ്രിൽ മാസത്തിലൊരു ദിവസം ഉച്ച കഴിഞ്ഞ് തൻ്റെ വീടിൻ്റെ പുറകിലുള്ള കുളത്തിൽ കുളിക്കാൻ പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ അവൻ ഒരു അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഒരു കീരിയും പാമ്പും തമ്മിലുള്ള കിടിലൻ ഫൈറ്റ്. ചുറുചുറുക്കിനും ക്രൂരതയ്ക്കും പേരുകേട്ട കീരി അനുഭവ പരിചയമുള്ളതും കഠിന വിഷമുള്ളതുമായ മൂർഖനെ നേരിടുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റ് നല്ലൊരു സീനായിരുന്നു. ബഹളം കേട്ടെത്തിയ ഒരു മൈനയും കാട്ടുകാക്കയും ആ ദ്വന്ദ്വയുദ്ധം നിരീക്ഷിക്കാൻ അടുത്തുള്ള കള്ളിച്ചെടിയിൽ സീറ്റുറപ്പിക്കുന്നു. ആ ഫൈറ്റ് ഒന്നൊന്നര സീനായിരുന്നു. കീരി മൂർഖൻ പാമ്പിന്റെ കുത്തിൽ നിന്നും രക്ഷപ്പെടുകയും തിരിച്ച് മൂർഖന്റെ മുതുകിൽ കടിക്കുകയും ചെയ്തു. ഈ പോരാട്ടം കണ്ട് ആവേശം കയറിയ കാക്ക അതിനിടയിലേക്ക് പറന്നിറങ്ങാൻ ശ്രമിക്കുകയും പാമ്പ് ഒരൊറ്റ കൊത്തുകൊണ്ട് അതിനെ കാലപുരി കയക്കുകയും ചെയ്തു. പോരാട്ടം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ കീരി മൂർഖന്റെ മൂക്കിൽ കടിച്ചു പിടിക്കുന്നു. രക്ഷപ്പെടാൻ പാമ്പ് തീവ്രമായി ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെ അത് താമസിയാതെ കീഴടങ്ങുന്നു. ജേതാവായ കീരി അതിൻ്റെ ഇരയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. കഥ തീരുന്നില്ല കേട്ടോ. കഥയുടെ അവസാനത്തിൽ രസകരമായൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. മുത്തശ്ശിയുടെ നെയ്ത്ത് സൂചി കാണാതാവുകയും അത് പിന്നീട് മരത്തിൻ്റെ ഒരു ദ്വാരത്തിൽ 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളോടൊപ്പം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ട്വിസ്റ്റ്. മുത്തച്ഛൻ ഒരു വെളുത്ത എലിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ എപ്പിസോഡ് നടക്കുന്നത്. ആൺകുട്ടി പലപ്പോഴും ആ വെള്ള എലിയെ തൻ്റെ കൂടെ മരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ വെളുത്ത എലി ആയിരിക്കണമെന്ന് മുത്തച്ഛൻ തമാശയായി പറയുന്നു. ഈ ആകർഷകമായ ട്വിസ്റ്റ് കഥയുടെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ആൽമരത്തിലൂടെ ആൺകുട്ടി പ്രകൃതിയുടെ താളവും ജീവിതത്തിൻ്റെ പരസ്പര ബന്ധവും അനുഭവിക്കുന്നു. അവൻ്റെ സാഹസികത
ഒരു കുട്ടിയുടെ ജിജ്ഞാസയും പരിസ്ഥിതിയുടെ അത്ഭുതങ്ങൾ കണ്ടെത്തുന്നതിന്റെ സന്തോഷവും പ്രതിഫലിപ്പിക്കുന്നതാണ്. ബോണ്ടിന്റെ കഥ കുട്ടിക്കാലത്തെ ലളിതവും എന്നാൽ അഗാധവുമായ ആനന്ദങ്ങൾക്കും മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള കാലാതീതമായ ബന്ധത്തിനുമുള്ള ആദരവാണ്. പ്രകൃതിയുടെ ഭംഗി മാത്രമല്ല, താൻ ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയുടെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ആൺകുട്ടിയുടെ ജീവിതാനുഭവങ്ങൾ. അപ്പോൾ കഥ മനസ്സിലായല്ലോ. ഈ പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങളും മറ്റ് ആക്ടിവിറ്റീസും ഈ ചാനലിൽ ലഭ്യമാണ്. അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദി, നമസ്കാരം.